എല്ലാവർക്കും നമസ്കാരം. ചില പുസ്തകങ്ങൾ നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ളൊരു പുസ്തകമാണ് കഥ പറയും ഗുരുനാഥൻ എന്ന് പറയുന്ന PR നാഥൻ സാർ എഴുതിയ വളരെ മനോഹരമായൊരു പുസ്തകം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓരോ കഥകളായിട്ട് പറയുന്നത് കൊണ്ട് ഇതിലേത് ഭാഗം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാം എന്നുള്ളതാണ്. അതൊരു കണ്ടിന്യൂഷനായ ഒരു ഇതല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒറ്റക്കെട്ടിൽ എന്ന് പറയുന്നൊരു കഥ ടൈറ്റിലാണ് കണ്ണിലുടക്കിയത്. അപ്പോൾ അതൊന്ന് വായിക്കാം എന്ന് കരുതി. അപ്പോൾ അതിൽ പറയുന്ന വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും പിന്നെ 2 കുറുമ്പന്മാരായ ആൺകുട്ടികളും ഉള്ള ഒരു വീട്. ആ വീട് വനപ്രദേശത്താണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നിലൂടെ ഒരുപാട് വഴിയാത്രക്കാർ നടന്നു പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോഴൊക്കെ ദാഹം മാറ്റാനൊക്കെ ഈ വഴിയാത്രക്കാരൊക്കെ ഈ വീടിനെ സമീപിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ കുറുമ്പന്മാരാണെങ്കിലും വഴിയാത്രക്കാരോടൊക്കെ വളരെ മനോഹരമായാണ് പെരുമാറാറ്. അപ്പോൾ ഈ വീട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ ഒറ്റൊരു കട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ആമക്കളും എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ അടിയാണ്. ആരാണ് കട്ടിൽ കിടക്കുക എന്നുള്ള അടിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ നാട്ടിലെ ഏറ്റവും വലിയ ധനികനായ കുട്ടിക്കൃഷ്ണൻ നായർ അതുവഴി യാത്ര പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വീട്ടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദാഹവും ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ ഏതായാലും വിചാരിച്ചു ഇത് നമ്മളുടെ കുട്ടിക്കുറുപ്പിൻ്റെ വീടല്ലേ, ഇവിടെ ഏതായാലും ഇന്ന് ദാഹം ശമനമൊക്കെ നടത്തി ഇന്നിവിടെ കൂടാം എന്ന് കരുതി. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ നായർ ആ വീട്ടിലെത്തി. കുട്ടിക്കുറുപ്പിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം നാട്ടിലെ ഏറ്റവും വലിയ ധനികനായ ഒരു വ്യക്തിയാണ് നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വൈഫ് വേഗം പലക എടുത്ത് കൊടുത്തു. കാരണം അന്നത്തെ സമ്പ്രദായത്തിൽ പലക എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ധനികരായവർക്ക് മാത്രം ഇരിക്കാൻ പലക കൊടുക്കുള്ളൂ. പലകയ്ക്ക് എടുത്തു കൊടുത്ത് കുട്ടിക്കൃഷ്ണൻ നായർ അതിലിരുന്നു. അപ്പോൾ വൈഫ് വീട്ടിലെ കുട്ടിക്കുറുപ്പിൻ്റെ ഭാര്യ ചോദിച്ചു, സംഭാരം എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സംഭാരമൊന്നും വേണ്ട, ഒരു ഗ്ലാസ് നല്ല പച്ചവെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പച്ചവെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹം കുട്ടിക്കൃഷ്ണൻ നായർ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്ന് യാത്ര ചെയ്യാൻ വയ്യ, ഇന്ന് ഞാൻ ഇവിടെ താമസിച്ച് നാളെ രാവിലെ പുറപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിലെ ഏറ്റവും ധനികനായ ഒരു വ്യക്തി നമ്മളെ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു അഭിമാനവും അതൊക്കെയാണ് അല്ലേ. നാളെ പറയാം കുട്ടിക്കൃഷ്ണൻ നായർ താമസിച്ച ഭവനമാണ് ഇത് എന്നൊക്കെ പറയാം എന്നൊക്കെ കരുതി അവർക്ക് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ രാത്രിയായപ്പോൾ വീട്ടിൽ സ്ഥിരം നടക്കുന്ന കലാപരിപാടി, 2 ആൺകുട്ടികളും കൂടി അടി തുടങ്ങി, ആരാണ് ഇന്ന് കട്ടിലിൽ കിടക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ നായർ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കുറുപ്പിൻ്റെ ആ വീട്ടിലെ അമ്മ, ഇവരുടെ 2 കുട്ടികളുടെ അമ്മ മൂത്ത മകൻ്റെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞു. അപ്പോൾ മൂത്ത മകൻ അങ്ങോട്ടേക്ക് മാറി എന്ത് ചെയ്തു, അമ്മ ഈ ചെറിയ മകനെ കട്ടിലിൽ കിടത്തി, മകൻ ഉറങ്ങിയതിന് ശേഷം എടുത്ത് താഴെ കിടത്തി. അതിനുശേഷം വലിയ മകൻ കട്ടിലിൽ കിടന്നു, ഉറങ്ങിയതിന് ശേഷം ആ വലിയ മകനെ എടുത്ത് താഴെ കിടത്തി. അതിനുശേഷം കുട്ടിക്കുറുപ്പും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിക്കൃഷ്ണൻ നായരെടുക്കുക പോയിട്ട് പറഞ്ഞു, ഇനി നമുക്ക് അങ്ങ് ഉറക്കം വരുന്നുണ്ടല്ലേ, എന്നാൽ പോയി കിടന്നോ, കട്ടിലേക്ക് കിടന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്കൃഷ്ണൻ നായർ പറഞ്ഞു, വേണ്ട, ഞാൻ കട്ടിലേക്ക് കിടക്കുന്നില്ല. കാരണം അദ്ദേഹം ഇത് രണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഉറങ്ങിയപ്പോഴും കട്ടിലിൽ ഉറങ്ങിയപ്പോഴും ഉറങ്ങിയതിന് ശേഷം താഴെ കിടത്തുന്നുണ്ടായിരുന്നു. വലിയ ആളെയും അതേപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടിക്കൃഷ്ണൻ നായർ പറഞ്ഞു, ഞാനും ഉറങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്നെ താഴിൽ കിടത്തും. അതിനും ബെസ്റ്റ് എന്താണ്, ആദ്യമേ താഴെ നിലത്ത് കിടക്കുന്നത്, ഞാൻ തറയിൽ കിടന്നോളാം എന്ന് പറഞ്ഞു. കാരണം ഉറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നെ തറയിൽ കിടത്താൻ, അതിലും നല്ലത് ഞാൻ ആദ്യമേ തറയിൽ കിടന്നുകൊള്ളാം എന്ന് പറഞ്ഞു. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.